ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമ നമ്മൾ നേരത്തെ സംസാരിച്ചു, ചെറുതുകൂടി പറയുന്നു. വയഖ്ബലുൽ ഹദിയത്ത, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മുത്തുനബിക്ക് ആര് ചെറിയ ഹദിയയാണെങ്കിലും വലിയ ഹദിയയാണെങ്കിലും ചെറുതാണെങ്കിലും അത് ഹദിയായി ബഹുമാനിച്ച ഒരാൾ എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കും. നൽകുന്നവൻ സാധുവായിരിക്കാം, വലിയവരായിരിക്കാം. വലു അന്നഹാ ജുർഅത ലബനിൻ, ഒരു പാലിന്റെ ഒരു മുറുക്ക് മുത്തുനബി ഒന്ന് കുടിക്കൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അതും സ്വീകരിക്കും. ഔ ഫഖദ അർനബിൻ, ഒരു മുയലിന്റെ ഒരു കുറവാണ് കൊടുത്തതെങ്കിലും സന്തോഷത്തോടെ ആ നൽകിയവർക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി മുത്തുനബി അതും സ്വീകരിക്കും. എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് വല്ലതും കൊടുത്തവന് പ്രതികാരമായി നബി തങ്ങളുടെ കയ്യിലുള്ള വല്ലതും അവിടുത്തെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും നൽകാറുണ്ട്. വയക്കുലുഹാ, ആദരിച്ചു കൊടുക്കുന്ന എന്ത് വസ്തുവും മുത്തുനബി തിന്നാൻ ആ കൊടുത്തവരെ നൽകിയവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്പം തിന്നുന്നതാണ്. സക്കാത്തിന്റെ മുതല് മുത്തുനബിക്ക് ആരെങ്കിലും കൊടുത്താൽ അത് നബി തങ്ങൾ സ്വീകരിക്കാറില്ല. കാരണം അത് സ്വീകരിക്കാതെ ഇത് സാധുക്കൾക്ക് നൽകാൻ കൽപ്പിക്കുന്നു. വലാ യസ്തക്ബിറു അൻ ഇജാബത്തിൽ അമ, ഒരു അടിമ സ്ത്രീയോ വൽ മിസ്കീൻ, പച്ച സാധൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാവശ്യത്തിന് ക്ഷണിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നബി തങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്. അതെ, നീ സാധുവല്ലേ, നീ അടിമ സ്ത്രീയല്ലേ, അല്ലെങ്കിൽ അടിമയല്ലേ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരൂല എന്ന് പറയാറില്ല. ആർക്ക് വിളിച്ചാലും നബി തങ്ങൾ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാറുണ്ട്. യഗ്ലിബു ലിറബ്ബിഹി, അവിടുന്ന് കോപിക്കുകയാണെങ്കിൽ സ്വന്തം നഫ്സിനെ ആരെങ്കിലും ആക്രമിച്ചതിന് കോപിക്കാറില്ല. റബ്ബിന്റെ കാര്യം തെറ്റ് കണ്ടാല്, അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുന്നത് കണ്ടാല്, അള്ളാഹു വിരോധിച്ചത് ചെയ്യുന്നത് കണ്ടാല് ശക്തിയായി കോപിക്കും. വലാ യഗ്ലിബു ലിനഫ്സിഹി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി അവിടുന്ന് കോപിക്കാറില്ല. വയൻഫുദുൽ ഹഖ്ഖ,